ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇതാ അവിടുത്തെ ചെടികളൊക്കെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇതെന്താ ചെടി എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തോ പ്ലാന്റ് ആണ്. അത് പിന്നെ എല്ലാവർക്കും അറിഞ്ഞൂടെ. ഇതാ ഇവിടുത്തെ കാലിതാ, ലാലിതാ ഓറഞ്ച്. ഇത് കാലി കറുപ്പ്, ഇത് ഓറഞ്ച്, ലാലി. ഇതിൻ്റെ അർത്ഥം, ലാലിൻ്റെ അർത്ഥം ഓറഞ്ച്, കാലിൻ്റെ അർത്ഥം കറുപ്പ്. ലാലി കാലി 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 ലാലി 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 എങ്ങോട്ടോക്ക്, ഇങ്ങോട്ട് കളി. ദാ ഞാൻ പോയിക്കേ. അപ്പം ഇതെന്താ പ്ലാന്റ്? ഇതെന്തോ ഒരു നീണ്ട ഒരു വടിമേലുള്ള പ്ലാന്റാണ്. ഒന്നും ഒടിക്കണ്ട, മാണ്ട ഇടുന്നില്ല കൊളയി. അതാ ഇത് വേറെ എന്തോ ഒരു പാമ്പൊക്കെ വന്ന് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇത് ഒരിലക്ക് മാത്രമല്ല, ഒരിലക്കല്ലതാ 2 3 കുറച്ച് ഇലക്കൊക്കെ ഉണ്ട്. ഈ ഒരു കളറ് ഉണ്ടോ ഇതിൻ്റെ ബേക്ക്? പിന്നെതാ ഇതാ മറ്റേ പപ്പടമായിട്ടുള്ള ഒരു സാധനം പേര. പിന്നെ ഇതാ ഇതേതാ ചെടി? ഇതേതാ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇച്ചെടിയല്ല, ഇതിൻ്റെ വേറെയാന്ന് തോന്നുന്നു. പിന്നെ ഇതാ കാട് തന്നെ. പിന്നെ ഇത് കുരുമുളകിൻ്റെ തൈ. അത് ഞാൻ കുരുമുളക് ഇങ്ങനെ ചട്ടിയെ കുഴിച്ചിടുന്നുണ്ട്. പറയേ ഉള്ളിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് പുതിന നിറച്ചും പുതിനയാണ്. പുതിന എന്നാന്ന് തോന്നിട്ടോ. പിന്നെ ഇതെന്തോ ഒരു നല്ല അത്ര കാണാൻ അത്ര നല്ല ഒരു നല്ല വൃത്തിയുള്ളൊരു ചെടി. ഇതും നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഇതോ ഒരു ഞാൻ അടുത്ത അപ്പുറമുണ്ട് പുതിന. ഇതാണ് കറിവേപ്പില. എന്തോ നിങ്ങളൊക്കെ എന്താ അറിയാലോ എനിക്കറിയാം. കറിവേപ്പില എന്നാന്ന് തോന്നുന്നു എല്ലാവരും പറയല്. അതിൻ്റെ ഒരു ഇല പറിച്ചിട്ടുണ്ട്. ഇതോ കറിവേപ്പ്. ഇത് നമ്മളിതാ ചട്ടിയിൽ അടക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിന. ഇതിനെന്തോ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആടെ നേരത്തെ കണ്ട ചെറിയ ചെടീൻ്റെ വലുതെന്ന് തോന്നുന്നു. ഇവന്ന് വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ടെല്ലാം പടരുന്നു. അപ്പം നമ്മളിത് തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെ രസം. ഇതെന്താ ഇലയും വാലും തടിയൊന്നുമില്ല. ഇതൊരു ചെടിയായിരുന്നു. അതാ അതിൻ്റെ ഒരു കഷ്ണം ഇല കൈമില്ല. പിന്നെ ഇത് നേരത്തെ കണ്ടില്ല, അതന്നെ സാധനം. പക്ഷേ ഇതായിട്ടാ വേറെ മോഡലാന്ന് തോന്നുന്നു. ഇത് മണി പ്ലാന്റ് അങ്ങനെ എന്തോ പറയുന്ന സാധനം. മണി പ്ലാന്റാ തോന്നിട്ടു, എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് കുരുമുളക് അയക്കും, ചിലപ്പോൾ മണി പ്ലാന്റ് അയക്കും. പിന്നെ ഇതാ വേറെ കറിവേപ്പല. പിന്നെ അവിടെ ഫുള്ള് വാഴയാണ് കേട്ടോ. പിന്നെ ഇതില്ലേ ഈ കാണുന്ന മരം, അത് നെല്ലിക്ക. മെലിഞ്ഞൊട്ടിക്കിടക്കുന്നത് പേര. കാണിച്ചു തരാം. നെല്ലിക്കയാണ് ഇത്. ഇതാണ് കേട്ടോ നമ്മുടെ പേര എന്നൊക്കെ പറയും. കണ്ടോ പാട് തോലൊക്കെ പൊളിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഉണ്ട് നിങ്ങൾ.
ഒരുമാതിരി ഒരവസ്ഥ. പിന്നെ ഇതാണ് കേട്ടോ, എത്ര ഇല ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ ഒരു കായ് ഇച്ചിരി പോകുന്ന നെല്ലിക്കോലുണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരേ ഉണ്ട് കേട്ടോ ഇറ്റാലി. അതാ ഡെബിട്ടാ നോക്കിയാലും ചിലയിടത്തൊക്കെ ഇതുണ്ടാവും കേട്ടോ. കറിവേപ്പ് മറ്റേ പ്ലാവ് കെട്ടിട്ടാണ്. പിന്നെ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാതാ. ഇതെന്തെന്ന് അറിയൂല. പിന്നെ ഇത് മറ്റെന്ത് ആപ്പിൾ ചാമ്പയ്ക്കയോ നാരങ്ങ ചാമ്പയ്ക്ക എന്താ? ആപ്പിൾ ചാമ്പക്കനെ. അത് തന്നെ ആപ്പിൾ ചാമ്പക്ക ഉണ്ടായിക്ക്. അതും കുറച്ച്. ഇനി ഇതിൻ്റെ അവിടെ വേസ്റ്റൊക്കെ ഇട്ടേക്ക് കുറേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇതിന് നല്ല വളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ വേസ്റ്റൊന്നും കൊണ്ടുപോയി ഇടില്ല. അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഇത് മാങ്കോസ്റ്റ്. ഇതെത്ര കൊല്ലം ഞാനായി തോന്നുന്നത്. ഇതാണ് ഒറിജിനൽ. അവിടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു. ഇത് ഒറിജിനൽ. അതിന്മേൽ ഡ്യൂപ്ലിക്കേറ്റ് മുറിച്ചാളിന് അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തോട്ടിയൊക്കെ നിറച്ചും വെള്ളമായി ഗൈസ്. ഇന്നലെയും കൂടിയും തീരെ വെള്ളമില്ലാത്ത തോടാത് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കണ്ടോ. തോട്ടിൽ നിറച്ചും വെള്ളമായി. വരുമ്പോൾ ലാലി നമ്മളോടി വന്നിട്ടുണ്ട്. കാലി പിന്നെ അവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഇവിടെ കുറച്ചിൻ്റെ പേരൊക്കെ എനിക്ക് അറിയും. പേര് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെന്തേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറയാലോ. ഞാൻ ചില ചെടി കാണിച്ചു തരും. എനിക്കറിയാത്ത ചെടികളായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഉമ്മാക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. ഇതേതാ ചെടി നിങ്ങൾക്കറിയാമോ? ഇതാ ഇതിൻ്റെ ഒരു ഇല കാണിച്ചു തരാം. ഇതിൻ്റെ അറിയായിട്ടാണ്, അറിഞ്ഞുകൊണ്ട് ചോദിക്കല്ല. ഇതാ ഞാൻ പറിച്ച് കാണിച്ചു തരാം. കണ്ടോ? ഇത് കുറച്ച് ചീത്തൊന്നും കേൾക്കൂലല്ലോ. നല്ല ശരി. എന്തോ കാടാൻ തോന്നില്ലേ. ഇത് വേറെന്തോ ചെടി. ഇതെന്തിൻ്റെ ആയിരിക്കും? ഇതും മാങ്കോസ്റ്റിയനാണോ? പിന്നെ ഇവിടെ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് ഗൈസ്. എന്ത് പുളിയില്ലെന്നാലും മധുരമായി തോന്നും. ഇതൊന്നും അതിനെ നാശം. നമ്മളത് എന്നിട്ട് നെല്ലിക്കയോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കടിച്ചു തിന്നാലും അതിന് മധുരമായിരിക്കും. അവിടെ ഉണ്ട്. പക്ഷേ 1-2 പ്രാവശ്യം അതിന് കായ ഉണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അത് മൈലാഞ്ചി. ആ റൗണ്ടിൽ ഇങ്ങനെ എടുക്കുന്നു. അത് ഷെയ്പ്പൊക്കെ ആക്കാനാവും. എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ പുണ്യാളെ സപ്പോർട്ടുണ്ട് കേട്ടോ. മണവാളൻ സപ്പോർട്ടുണ്ട്. പോരൻ്റെ മുമ്പത്തുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. വ്യൂ എന്നൊന്നും പറയാനാവില്ല. ആ യോടൊക്കെ പൊട്ടിന് മാറ്റാണ് നമ്മുടെ പെരുപ്പുരം. പിന്നെ മണ്ണിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചളിപൊളി മണ്ണ് നമ്മൾ ഇവിടെ പുതിയത് തറ കെട്ടിയതിന് പിന്നെ മണ്ണിറക്കിയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ പണിയെടുക്കണം. പക്ഷെ എന്നിട്ടും അത്ര ആയിക്കുള്ളൂ. പിന്നെ ഇവിടെ കുറേ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഞങ്ങൾക്ക് മിറാക്കൽ കാണിച്ചു തരണ്ടേ. ഇത് വേറെന്തോ ഒരു ചെടി. മിറാക്കൽ അവിടെ നമ്മളെ കാത്തിക്കുന്നു. ഒരു കായ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. കാണിച്ചു കായില്ല. ഇതാണ് ഇപ്പോൾ മിറാക്കൽ ഫ്രൂട്ട്. മിറാക്കൽ ഇന്നത്തെ കയ്യ പാമ്പ് വന്നിക്കുന്ന ചെടി അങ്ങനത്തെ പച്ച മുളക്.
ഇല്ലെന്ന് ഇത്ത വെച്ചാൽ ഫോണിൻ്റെ പൈതിയല്ല പൈതി മുക്കാലുണ്ട്. പിന്നെ ഇത് വെണ്ടക്ക, പിന്നെ ഇതൊക്കെ കവുങ്ങാണ്, അതും അപ്പുറത്തെ. പിന്നെ ഇതും, പിന്നെ അതും ആക്കം കവുങ്ങാണ്. ഞാൻ അവിടെ ഒരു കാടി കഴിഞ്ഞിട്ടുണ്ടാ ലാലി അപ്പാട് നമ്മളെ എടുത്തെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഉണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും. അപ്പോൾ എൻ്റെ കൈയിൻ്റെ വണ്ണം ഉണ്ട് കേട്ടോ. കൈൻ്റെ വണ്ണമല്ല, കൈൻ്റെ എത്ര ഉള്ള കൈൻ്റെ അത്ര ആവുന്നുള്ളൂ കേട്ടോ. എത്ര ആവും നമുക്കറിയില്ല. വേറെ ഒന്നതാ, ഇതിന് ഏകദേശം ഒരേ വലിപ്പം. നമ്മൾ ഒന്നുകൂടി പറിച്ചിട്ടുണ്ട്. അടുത്ത് ഇപ്പം കേട്ടോ, നമ്മുടെ കൃഷിയല്ല കുഴിച്ചിട്ടതിൽ നിന്ന് കിട്ടിയ ഇതാണെന്ന് തോന്നിട്ട് കേട്ടോ വലുത്. തടിയും ഇതന്നെ ഏറ്റവും വലുത്. ഇത് മറ്റേ ഇതുണ്ടാക്കുന്നത് ഇതാ ഇപ്പുറത്തുണ്ട് ചെറിയൊരു മണം, ഇപ്പുറത്തുണ്ടായി. ഇത് ഇപ്പുറത്തുനിന്ന് പറിക്കുന്നത്. പിന്നെ വേറെ മൂത്തിക്കില്ല തോന്നുന്നു. ഇത് അടിയിലൊന്നുണ്ട്. ഇത്ര ഈമലുണ്ടോ? പക്ഷേ ഇതോടി നിയമം 4 നിയമം എത്ര